എവരിവൺ, ഫിറ്റ്നസ് വിത്ത് യാമിനിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സ്ട്രെസ് റിലീസ് ചെയ്യാനായിട്ട് വേണ്ടുന്ന തരത്തിലുള്ള വർക്കൗട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ചെയ്യേണ്ടത്, വീട്ടിൽ ഒരുപാട് വർക്ക് ചെയ്യുന്നവർ, അതുപോലെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, പിന്നെ ഒരുപാട് ടൈം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരിക, ഇതിനൊക്കെ രീതിയിൽ സ്ട്രെസ് അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവാം. ഫാമിലിയിലെ പ്രശ്നങ്ങൾ കാരണം സ്ട്രെസ് അനുഭവിക്കുന്നവരുണ്ടാവാം. ഇനി പഠിക്കുന്ന കുട്ടികൾക്ക് വരെ ഇപ്പോഴത്തെ കാലത്ത് നല്ല രീതിയിൽ സ്ട്രെസ് അനുഭവിക്കുന്നവരുണ്ട്. ഈ സ്ട്രെസ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തൊരു സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആക്ച്വലി ഈ സ്ട്രെസ് റിലീസ് ചെയ്യാനായിട്ട് കുറച്ച് നേരം നമുക്ക് വേണ്ടി മാത്രം കുറച്ച് സമയം മാറ്റിവെക്കാം. ഒരു 15 മിനിറ്റ്സ് നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി നിങ്ങളുടെ സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്ത് നല്ല രീതിയിലൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളുടെ വർക്കിംഗ് ഔട്ട്കം കൊണ്ടുവരാനായിട്ട് പറ്റും. അതുപോലെ മൊത്തം നിങ്ങളുടെ ദിവസം മുഴുവൻ നല്ല രീതിയിൽ ഫ്രഷ് ആയിട്ട് എനർജറ്റിക് ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വർക്കൗട്ടുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വർക്കൗട്ടിലോട്ട് കടക്കാം. നിങ്ങൾ ചെയ്യുമ്പോൾ ഓരോ വർക്കൗട്ട് ചെയ്യുമ്പോഴും നല്ല രീതിയിൽ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക. ഏറ്റവും കാമായിട്ടുള്ളൊരു സ്ഥലം തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ മ്യൂസിക്കും കൂടെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ കയറ്റാൻ പറ്റുകയാണ്, അല്ലെങ്കിൽ മ്യൂസിക്കുള്ള രീതിയിൽ ഇപ്പോൾ ഹെഡ്ഫോൺ വെക്കുകയോ അല്ലെങ്കിൽ ഇയർഫോൺ വെക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പീക്കർ യൂസ് ചെയ്തിട്ട് മ്യൂസിക് കൊണ്ടുവന്ന് വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലത്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു 15 മിനിറ്റ്സ് ഇതിന് വേണ്ടി മാറ്റിവെക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വർക്കൗട്ട്സിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് നിവർന്ന് നിൽക്കുക, കംഫർട്ടബിൾ പൊസിഷനിൽ നിൽക്കുക, കൈ രണ്ടും നമ്മൾ സൈഡിൽ ഹിപ്പിലോട്ട് പ്ലേസ് ചെയ്യുക, എന്നിട്ട് കാല് രണ്ടും ജസ്റ്റ് ജോഗ് ചെയ്യുന്ന പോലെ ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ ജോഗ് ചെയ്യുന്ന പോലെ ചെയ്യാൻ വേണ്ടു. ഓക്കെ, അപ്പോൾ നമുക്ക് വർക്കൗട്ടിലോട്ട് കിടക്കാം. ഇത് ചെയ്യേണ്ടത് 10 സെക്കൻഡ് ആദ്യം ചെയ്യുക, ദെൻ നമുക്ക് നെക്സ്റ്റ് വർക്കൗട്ട് കാണിച്ചു തന്നതായിരിക്കും. അത് വീണ്ടും നമ്മൾ 10 സെക്കൻഡ് ചെയ്യുക. ഇത് റിപ്പീറ്റ് ആയിട്ട് ചെയ്യാണ് വേണ്ടത്. നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ പൊസിഷൻ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക, ഇതേ രീതിയിൽ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക. ദെൻ നമ്മൾ കൈ രണ്ട് സൈഡിലോട്ട് ജസ്റ്റ് നീക്കി പിടിക്കുക, കൈ മേലോട്ടും താഴോട്ടും ഉയർത്തിക്കൊണ്ടുവരിക. ഒരുപാട് താഴെ പോകുന്നതെന്നില്ല, ഒരുപാട് മേലെ പോയാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഇതും ഒരു സൈഡ് നമ്മൾ 10 സെക്കൻഡ് ചെയ്യുക, ദെൻ അടുത്ത സൈഡ് 10 സെക്കൻഡ് ചെയ്യുക. ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ചെയ്തു വരിക. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ തന്നെ കാല് കുറച്ച് വൈഡ് ചെയ്ത് വെക്കുക. വൈഡ് ചെയ്ത് വെച്ചിട്ട് ആദ്യം നമ്മൾ സ്ക്വാട്ട് പൊസിഷനിലോട്ട് ഇരിക്കുക. ഫുൾ സ്ക്വാട്ട് അല്ല പറയുന്നത്, കുറച്ച് ഇരുന്ന് ദെൻ കൈ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് സ്ട്രെച്ച് ചെയ്ത് വിടുക. സ്ട്രെച്ച് ചെയ്ത് വിടുന്ന സമയത്ത് കാലും കൂടെ സ്ട്രെച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ വീണ്ടും നമ്മൾ സ്ക്വാട്ടിലോട്ട് സ്ട്രെയിറ്റ് വന്നിരിക്കുക. ദെൻ വീണ്ടും അടുത്ത ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ഓപ്പോസിറ്റ് കൈയും കാലും സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുവരിക. ഇതും നമുക്ക് 10 സെക്കൻഡ് വീതമാണ് ചെയ്യേണ്ടത്. അതായത് ടോട്ടൽ 20 സെക്കൻഡ്സ് ഓൾട്ടർനേറ്റ് ആയിട്ട് ചെയ്യുക. ഫസ്റ്റ് ലെഫ്റ്റോ റൈറ്റോ നിങ്ങൾ തുടങ്ങുക, ദെൻ അടുത്ത സൈഡ്, ദെൻ അടുത്ത സൈഡ്, അങ്ങനെ 20 സെക്കൻഡ്സ് ആയിട്ട് ഇത് ചെയ്തു തീർക്കുക. ബ്രീത്തിലോട്ട് വേണം കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട്. ഇത്തരത്തിൽ നമ്മൾ സ്ട്രെസ് റിലീസിങ് വർക്കൗട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നല്ലത് നല്ല രീതിയിൽ ബ്രീത്തിങ് എടുത്ത് പുറത്തേക്ക് വിടുക. അതുപോലെ ബ്രീത്തിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ബോഡി പോസ്ചർ എപ്പോഴും നിവർന്ന് തന്നെ ഇരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാം. അപ്പോൾ ജസ്റ്റ് നമ്മൾ സ്ക്വാട്ടിലോട്ട് ഇരിക്കുന്നു, പൾസ് ചെയ്യുക. അത് ജസ്റ്റ് ഒന്ന് ഉയർന്ന് താഴ്ന്ന് ഒരു 2 തവണ ചെയ്യുക, വീണ്ടും നിവർന്ന് വരിക. ദെൻ കാല് സൈഡിലോട്ട് എടുത്ത് വയ്ക്കുക, വീണ്ടും താഴെ ഇരുന്ന് ഉയർന്ന് താഴ്ന്ന് ചെയ്യുക. അതുപോലെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് നമ്മൾ ഇതേപോലെ ഓരോ പേസ് ഇട്ടിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതും നമുക്ക് ചെയ്യേണ്ടത് ടോട്ടൽ ഒരു 20 സെക്കൻഡ്സ് ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് 10 സെക്കൻഡ് പറ്റുമെന്നുണ്ടെങ്കിൽ അത്ര മതി. 20 സെക്കൻഡ്സ് മിനിമം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
അടുത്ത നമ്മൾ വീണ്ടും ഇതുപോലെ കൈ രണ്ടും സൈഡിലോട്ട് വെക്കുക. എന്നിട്ട് കാല് രണ്ടും ജസ്റ്റ് ജോഗ് ചെയ്യുന്ന പോലെ ചെയ്യുക. ഇതും ഒരു 10 സെക്കൻഡ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. അടുത്തത് നമ്മൾ ചെയ്യാനുള്ളത് ജസ്റ്റ് കൈ രണ്ടും മേലോട്ട് നിവർത്തി പിടിക്കുക. 2 കൈമുട്ടും 1 കാൽമുട്ടും ഒരുമിച്ച് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ 2 കൈമുട്ടും കാൽമുട്ടും ജസ്റ്റ് അതായത് കൈ താഴോട്ട് മടക്കി വരുമ്പോൾ കാൽമുട്ട് മേലോട്ട് ഉയർത്തിക്കൊണ്ട് വരണം. ആ രീതിയിൽ ചെയ്യുക. ഓൾട്ടർനേറ്റ് ആയിട്ട് ചെയ്യുക, ലെഫ്റ്റ് റൈറ്റ് എന്നുള്ള രീതിയിൽ ചെയ്യുക. 20 സെക്കൻഡ്സ് മിനിമം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഇതേപോലെ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. കൈ 2 സൈഡിലോട്ട് വെക്കുക. ജസ്റ്റ് ജോഗിങ് ചെയ്യുന്നത് പോലെ 10 സെക്കൻഡ്സ് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഇതേപോലെ നമ്മുടെ കൈ രണ്ടും സൈഡിലോട്ട് സർക്കിൾ ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മുടെ കാലിൻ്റെ അടിയിലോട്ട് ടച്ച് ചെയ്യുന്ന രീതിയിൽ. അത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കാല് ഉയർന്ന് കറക്റ്റ് വയറ് സ്ക്വീസായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. അതുപോലെ തിരിച്ച് കാല് പോകുന്ന സമയത്ത് ദേഹം നിവർന്ന് വരുന്നുണ്ട് എന്നും കൂടി ഉറപ്പാക്കുക. ഓക്കെ, അടുത്തത് നമ്മൾക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചും കൂടെ ദേഹം അനങ്ങിയിട്ടുള്ള രീതിയിലാണ് ചെയ്യുമ്പോൾ. വീഴാതിരിക്കാൻ പറ്റിയ തരത്തിലുള്ള രീതിയിൽ സ്ഥലം തിരഞ്ഞെടുക്കുക, അതിനനുസരിച്ച് ചെയ്യുന്ന സമയത്ത് കാല് അകത്തി വെച്ച് നമ്മൾ താഴെ കറക്റ്റ് നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്ത് തൊടുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. നിവർന്ന് വരിക, ദെൻ അടുത്ത സൈഡിലോട്ട് മൂവ് ചെയ്യുക. അങ്ങനെ മൂവ് ചെയ്ത് ഓൾട്ടർനേറ്റ് ആയിട്ട് ലെഫ്റ്റ് റൈറ്റ് എന്നുള്ള രീതിയിൽ ചെയ്യാം. മിനിമം ഇത് 20 സെക്കൻഡ്സ് ചെയ്യുക. എന്നിട്ട് റെസ്റ്റ് എടുക്കുക. നമുക്ക് ചെയ്യാനുള്ളത് ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒരു 10 സെക്കൻഡ് വീണ്ടും ജോഗിങ് ചെയ്യുക. ജോഗിങ് ചെയ്തതിന് ശേഷം നമ്മുടെ കുറച്ച് ഒരു സ്ക്വാട്ട് പൊസിഷനിലോട്ട് ഇരുന്നതിന് ശേഷം, ഒരുപാട് വേണ്ട, കുറച്ച് താഴ്ന്നിരുന്നതിന് ശേഷം നമ്മുടെ കാല് മാക്സിമം പറ്റാവുന്ന സ്പീഡിൽ ജസ്റ്റ് ജോഗിങ് ചെയ്യുക. ജോഗിങ് അല്ല, സ്പ്രിൻറ്റ് ചെയ്യുന്ന പോലെ നല്ല സ്പീഡിൽ ഓടാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ 2 തവണ ഒരു ബൗൺസ് ചെയ്ത് ജസ്റ്റ് മേലോട്ട് 2 തവണ ജമ്പ് ചെയ്യുക. വീണ്ടും നമ്മൾ കാല് ഇതുപോലെ സ്ക്വാട്ട് പൊസിഷനിലോട്ട് വന്നിട്ട് മാക്സിമം സ്പീഡിൽ സ്പ്രിൻറ്റ് ചെയ്യുക. വീണ്ടും 2 തവണ ജമ്പ് ചെയ്യുക. അങ്ങനെ ഒരു 6 തവണ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. ഒന്നില്ലെങ്കിൽ 6 തവണ ചെയ്യുക, അല്ലെങ്കിൽ 20 സെക്കൻഡ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരു സെറ്റായിട്ട് ചെയ്യുക. നിങ്ങൾക്ക് ബിഗിനേഴ്സ് ചെയ്യുന്ന സമയത്ത് ഇത്രയും കഴിഞ്ഞ് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവസാനിപ്പിക്കാം. ഓക്കെ ആണെന്നുണ്ടെങ്കിലല്ല, ഈ ഒരു രീതിയിൽ ചെയ്ത് നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. ഇനി കുറച്ചും കൂടെ ടൈം നിങ്ങൾക്ക് കൂടുതലായിട്ട് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതേ ചെയ്ത സാധനങ്ങൾ നമ്മൾ വീണ്ടും 3 സെറ്റായിട്ട് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ ചെയ്ത് മുതൽ ലാസ്റ്റ് വരെ ഉള്ളത് ഒറ്റ സെറ്റ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുക. ആ ഓരോ സെറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുക. അത്ര റെസ്റ്റേ വേണ്ടൂ ആ സമയത്ത്. അതും തന്നെ നമുക്ക് കൂടുതലാണ്. നിങ്ങൾക്ക് ഒന്നുകൂടെ നല്ല രീതിയിൽ കപ്പാസിറ്റി വന്നു എന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് ഒക്കെ റെസ്റ്റ് മതിയായിരിക്കും. 1 മിനിറ്റ് റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇതേപോലെ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. ഇങ്ങനെ ഓരോ 1 മിനിറ്റ് റെസ്റ്റിന് ശേഷം വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ 3 തവണ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഫുൾ ബോഡി നല്ല രീതിയിൽ റിലാക്സ്ഡ് ആയിട്ട് വരും. നല്ല രീതിയിൽ നമ്മുടെ ബ്ലഡ് പമ്പാവും. അതുപോലെ നിങ്ങൾക്ക് ആ ഒരു ദിവസം നല്ല രീതിയിൽ എനർജറ്റിക് ആയിട്ടിരിക്കാനും നല്ല രീതിയിൽ നിങ്ങളുടെ ദിവസങ്ങളിൽ വരുന്ന കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ടും പറ്റും. ഇന്നത്തെ വർക്കൗട്ട് ഇത്ര മാത്രം. നമ്മൾ ഇന്ന് വർക്കൗട്ട് മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. ഇതിന് മുന്നത്തെ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രെച്ചിങ് കൂടെ കാണാനായിട്ട് പറ്റും. ആ സ്ട്രെച്ചിങ്ങിൻ്റെ വീഡിയോ നമ്മൾ ഇതിൻ്റെ ലിങ്ക് ഇതിനോട് കൂടെ ചേർക്കുന്നതാണ്. വർക്കൗട്ട് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നിങ്ങൾ സ്ട്രെച്ചിങ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. നമ്മൾ ചെയ്തിട്ടുള്ള മസിൽസ് അതുപോലെ നമ്മുടെ ഹാർട്ട് ബീറ്റ് നോർമൽ ആവാനും ദേഹം മൊത്തത്തിലൊന്ന് കൂൾ ഡൗൺ ആവാനും വേണ്ടിയിട്ടാണ് സ്ട്രെച്ചിങ് ചെയ്യണത്. അപ്പോൾ എല്ലാവരും ആ സ്ട്രെച്ചിങ് കൂടെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാര്യം ഉറപ്പാക്കുക.